ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോയമാണ്. ആദ്യം നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് പറയാം അല്ലേ. റോബർട്ട് ഫ്രോസ്റ്റ് വാസ് ബോൺ ഇൻ 1874 ആൻഡ് ഡൈഡ് ഇൻ 1963. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയംസ് എന്ന് പറയുന്നത് വളരെ കൊളോക്കിയലായിരുന്നു സ്റ്റൈലിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെക്യുലാരിറ്റി. കൊളോക്കിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, നോർമലായിട്ട് കോമൺ മാനിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് ഒരു കോൺവെർസേഷണൽ ടോണിൽ സംസാരിക്കുന്നതിന് നമ്മൾ കൊളോക്കിയൽ എന്ന് പറയാം. അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പോയംസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഹിസ് പോംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്ഡം. അപ്പോൾ തുടങ്ങുന്നത് എപ്പോഴും പോംസ് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഡിലൈറ്റ് വിത്ത് ഹാപ്പിനെസ്സോട് കൂടിയായിരിക്കും. ആൻഡ് എൻഡ് ഇൻ വിസ്ഡം, പക്ഷേ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു അറിവോ നമുക്ക് പകർന്നു തരുന്ന രീതിയിലായിരിക്കും ആ പോയത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ഹി റിസീവ്ഡ് ഹിസ് ഫസ്റ്റ് ഓഫ് 4 പുലിറ്റ്സർ പ്രൈസസ് ഫോർ ഹിസ് ബുക്ക് ന്യൂ ഹാംഷയർ എന്ന് പറയുന്ന ബുക്കിന് അദ്ദേഹത്തിന് 1924 4 പുലിറ്റ്സർ പ്രൈസസ് ആണ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആദ്യത്തെ റിസീവ് ചെയ്തത് 1924 Then he won his other Pulitzers for collected poems, Further Range, A Witness Tree and Stopping by the Woods on a Snowy Evening. And these two works, Stopping by Woods and On a Snowy Evening and Road Not Taken എന്ന് പറയുന്നത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഫേമസ് പോയിംസ് ആയിട്ട് അറിയപ്പെടുന്നു. ഇത്രയാണ് നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. നൗ വി ആർ മൂവിങ് ടു ദ ക്വിക്ക് സമ്മറി ഓഫ് മെൻഡിങ് വാൾ. മെൻഡിങ് വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു സിംബോളിക് പോയമാണ്. ആൻഡ് റോബർട്ട് ഫ്രോസ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ പോയം റേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരു വാൾ നെസസറി ആണോ? നല്ല രണ്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായി പോകാൻ വേണ്ടി, രണ്ട് പേരെന്ന് പറയണ്ട, കുറച്ച് ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, എന്തും ആയിക്കോട്ടെ, റിലേഷൻഷിപ്സ് സ്മൂത്തായി കൊണ്ടുപോകാൻ ഇസ് ഇറ്റ് എ വാൾ നെസസറി? ഒരു വാൾ നമുക്ക് നെസസറി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പോയം റേസ് ചെയ്യുന്നത്. ആൻഡ് പോയറ്റ് ഇവിടെ 2 ഡിഫറെൻറ്റ് വ്യൂസ് ആണ് പോയത്തിൽ കൊണ്ടുവരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്പീക്കർ ആൻഡ് ഹിസ് നൈബർ ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ് അബൌട്ട് ദ വാൾസ്. അതാണ്. അപ്പോൾ സ്പീക്കറിനും അതുപോലെ സ്പീക്കറിൻ്റെ നൈബറിനും 2 ഡിഫറെൻറ്റ് വ്യൂസ് ആണ് വാളിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു സ്റ്റോൺ വാളാണ്, സെപ്പറേറ്റ്സ് ദ സ്പീക്കേഴ്സ് പ്രോപ്പർട്ടി ഫ്രം ഹിസ് നൈബേഴ്സ്. നൈബറുടെ പ്രോപ്പർട്ടി ആയിട്ട് സ്പീക്കറിൻ്റെ പ്രോപ്പർട്ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റോൺ വാളാണ് അല്ലേ, കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാളാണ്. ദ പോയിറ്റ് ഓർ സ്പീക്കർ ഈസ് അഗെയിൻസ്റ്റ് ദ വാൾ. പോയിറ്റിനാണെങ്കിൽ, നമ്മുടെ സ്പീക്കർക്കാണെങ്കിൽ വാൾ ഇഷ്ടമല്ല, ഈ വാളിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോട്ടാണ് അദ്ദേഹത്തിനുള്ളത്. ആൻഡ് ഹി സേസ് ദാറ്റ് ഈവൻ നേച്ചർ ഡിസ്ലൈക്സ് വാൾ. അദ്ദേഹം പറയുന്നത് നേച്ചറിന് പോലും വാളിന് ഇഷ്ടമല്ല. കാരണം സോ സംതിങ് മിസ്റ്റീരിയസ് ഇൻ ദ നേച്ചർ ഓൾവേസ് ഡിസ്ട്രോയ്സ് ദ വാൾ. എപ്പോൾ ഇവർ വാൾ പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയാലും എന്തോ ഈ നേച്ചറിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തോ ഉണ്ട്, അതെപ്പോഴും ആ വാളിനെ ഡെസ്ട്രോയ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹണ്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് റാബിറ്റ്സ് ഓൾസോ ഡെസ്ട്രോയ് വാൾ. പിന്നെ പറയുന്നത് എന്താണ്, ഹണ്ടേഴ്സ് എസ്പെഷ്യലി റാബിറ്റ്സിനെ സെർച്ച് ചെയ്യാൻ വരുന്ന ഹണ്ടേഴ്സ് എന്ത് ചെയ്യുന്നു, വാൾസിനെ ഡെസ്ട്രോയ് ചെയ്യുന്നു. എവറി സ്പ്രിംഗ് ടൈം ദ 2 നൈബേഴ്സ് മീറ്റ് ആൻഡ് മെൻഡ് ദ വാൾ ടുഗെദർ. എല്ലാ സ്പ്രിംഗ് ടൈമിലും 2 നൈബേഴ്സും മീറ്റ് ചെയ്യുന്നു, വാൾസ് മെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്. ബട്ട് ദ പോയിറ്റ് ക്വസ്റ്റ്യൻസ് ദ നെസസിറ്റി ഓഫ് സച്ച് എ വാൾ. പക്ഷേ പോയിറ്റിന് എപ്പോഴും ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ളത് എന്താണ്, ഈ വാളിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. ദേ ഹാവ് നോ കൗസ് ടു ട്രെസ്പാസ് ടു അതേഴ്സ് എസ്റ്റേറ്റ്. 2 പേരുടെയും സ്ഥലത്തേക്ക് പോകാൻ ഇവർക്ക് 2 പേർക്കും കൗസ് ഒന്നുമില്ല അല്ലേ, പശുക്കളൊന്നുമില്ല. അപ്പോൾ ഗ്രാസ് കഴിക്കാനോ അങ്ങനെ ഒന്നിനും പശുക്കളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ട്രെസ്പാസ് ചെയ്ത് പോകാൻ കൗസ് ഇല്ല. പിന്നെ എന്തിനാണൊരു വാള്? ദ ആപ്പിൾ ട്രീസ് ഓഫ് ഹിസ് ഓർഷാഡ്. അദ്ദേഹത്തിൻ്റെ ഓർഷാഡിൽ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗോ ആൻഡ് ഈറ്റ് ഹിസ് നൈബേഴ്സ് പൈൻ കോൺസ്. ഒരിക്കലും തൻ്റെ നൈബറിൻ്റെ പൈൻ കോൺസിനെ ചെന്ന് ആക്രമിക്കാനോ കഴിക്കാനോ പോകുന്നില്ല. ബട്ട് ദ നൈബർ ഓൾവേസ് സേസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. പക്ഷേ നൈബറിൻ്റെ തോട്ട് എന്താണ്, ഗുഡ് ഫെൻസസ് ആണ് ഗുഡ് നൈബേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുള്ളൂ എന്നാണ് നൈബർ എപ്പോഴും പറയുന്നത്. ആൻഡ് ദ നൈബർ ഈസ് എ ട്രഡീഷണലിസ്റ്റ് ഇൻ ഹിസ് വ്യൂസ്. അതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ നൈബർ ഒരു ട്രഡീഷണലിസ്റ്റ് ആണ് വ്യൂവിൽ, പെർസ്പെക്റ്റീവിൽ. പക്ഷേ നമ്മുടെ പോയറ്റ് ഒരു മോഡേണിസ്റ്റാണ്. നൈബർ എപ്പോഴും പഴയ ചിന്താഗതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാളാണ് അല്ലേ, അതായത് അതിർവരമ്പുകൾ വേണം എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഹി ലീവ്സ് ഇൻ ഇഗ്നറൻസ്, അതായത് പുതിയ എന്താ പറയുക, റെവല്യൂഷനൊന്നും വേണ്ട, റിനൈസൻസ് ഒന്നും വേണ്ട, ഒന്നിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ ഒരു ഇഗ്നോറൻസ് അല്ല, ആ ഇരുട്ടിൽ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരു വ്യൂ ആണ് നൈബർക്കുള്ളത്. പക്ഷേ ഇവിടെ പോയിറ്റിന് അങ്ങനെയല്ല, നമുക്ക് വാൾസ് ഒന്നും വേണ്ട, നമുക്ക് എന്താ പറയുക, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം, നമുക്കൊരു റെവല്യൂഷൻ ആവശ്യമാണെന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഹി ഓൾവേസ് ഫോളോസ് ദ ഓൾ തോട്ട്സ് ഓഫ് ഹിസ് ഫാദർ. അപ്പം നൈബർ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ദ പോയിറ്റ് ഇസ് മോഡേൺ ആൻഡ് മോർ പ്രാക്ടിക്കൽ. പക്ഷേ പോയിറ്റ് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരാളും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളും കൂടിയാണെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. And now we are going to the detailed summary or detailed analysis of the poem. So the first stanza.
Something there is that doesn't love a wall, that sends a frozen ground swell under it and spills the upper boulders is the sun, in the sun, and makes gaps even two can pass abreast. So what is this line suggest? In these lines, the poet speculates that there must be something in the vicinity that breaks down the wall repeatedly. Something there is that doesn't love a wall. അപ്പോൾ അദ്ദേഹം പോയിട്ട് തിങ്ക് ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ് അല്ലേ. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ. ഈ വാൾ ഇഷ്ടപ്പെടാത്ത എന്തോ ഇവിടെ ഉണ്ട്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. അതായത് ഈ വാളിൻ്റെ താഴെ ഫ്രോസൺ ആക്കുന്നു, വിച്ച് മീൻസ് പെർഹാപ്സ് ദ വാട്ടർ ബിനീത്ത് ദ ഗ്രൗണ്ട് ഇസ് ഫ്രോസൺ. നമുക്കറിയാം അല്ലേ, മണ്ണിൻ്റെ അടിയിൽ എന്താണ്, വെള്ളമാണുള്ളത്. അപ്പം ആ ഗ്രൗണ്ടിൻ്റെ അടിയിലുള്ള വാട്ടർ ഫ്രോസൺ ആവുന്നതായിരിക്കാം ഓൺ ദ റിസൾട്ടിങ് ഐസ്. അങ്ങനെ ഫ്രോസൺ ആയിട്ട് ഐസായി മാറുമ്പോഴത്തേക്കും ആ ഐസ് എക്സ്പാൻഡ് ചെയ്തിട്ട് ബോളിൽ ക്രാക്സ് ഉണ്ടാക്കുന്നു. ആൻഡ് മേക്സ് ദ ബോൾഡേഴ്സ്. വാട്ട് യു മീൻ ബൈ ബോൾഡേഴ്സ്? ബോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് റോക്സിനെയാണ് പറയുന്നത്. വലിയ വലിയ പാറക്കല്ലുകളെ നമ്മൾ ബോൾഡേഴ്സ് എന്ന് പറയാം. ആൻഡ് മേക്ക് ദ ബോൾഡേഴ്സ് അറ്റ് ഇറ്റ്സ് ടോപ്പ് ഫോൾ ഡൗൺ. അപ്പം ഈ അടിയിലുള്ള വെള്ളം, അടിയിൽ കൂടെ ഒഴുകുന്ന വെള്ളം, ഈ മതിലിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന വെള്ളം ഫ്രോസൺ ആയിട്ട് ആ ഐസ് എക്സ്പാൻഡ് ചെയ്തിട്ട് വോളിൽ ക്രാക്സ് വരുത്തുന്നതായിരിക്കാം. അങ്ങനെ ക്രാക്സ് വരുമ്പോഴത്തേക്കും ഈ മുകളിലുള്ള ബോൾഡേഴ്സ് മൊത്തം, വലിയ വലിയ റോക്കുകൾ മൊത്തം താഴത്തേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നതായിരിക്കാം. ദ ക്രാക്ക് then grows until it is so wide. അങ്ങനെ ആ ക്രാക്ക് വൈഡായി വരുന്നു. ദാറ്റ് ടു പീപ്പിൾ ക്യാൻ പാസ് ത്രൂ ഇറ്റ് സൈഡ് ബൈ സൈഡ്, വാക്ക് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ട് പേർക്ക് അറ്റ് ദ സെയിം ടൈം ആ ഗ്യാപ്പിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആ ക്രാക്ക് വലുതായി വരുന്നു. ഓക്കെ, സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ. എന്തോ ഈ വാളിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഇവിടെ ഉണ്ട്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രോസൺ ആയിട്ട്, വാട്ടർ ഫ്രോസൺ ആയിട്ട് അവിടെ ഗ്രൗണ്ടിൽ സ്വെല്ലായി വരുന്നത്. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സൺ. അതായത് അവിടെ ഒരു ക്രാക്ക് കൊണ്ടുവരുന്നു അല്ലേ, മുകളിലുള്ള ബോൾഡേഴ്സൊക്കെ താഴത്തേക്ക് വീഴുന്നു. ആൻഡ് മേക്സ് ഗ്യാപ്പ് ഈവൻ ടു ക്യാൻ പാസ് എബ്രസ്. ഗ്രാജുവലി ആ ഒരു ഗ്യാപ്പ് വലുതായി വരുന്നു. രണ്ട് പേർക്ക് അറ്റ് ദ സെയിം ടൈം മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയി വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ 4 ലൈൻസിൽ പറയുന്നത്. The work of hunters is another thing. I have come after them and made repair, where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs. The gaps, I mean, no one has seen them made or heard them made, but at spring mending time we find them there. ഇവിടെ എന്താ പറയുന്നത്? ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ആദ്യം അദ്ദേഹം പറഞ്ഞു അല്ലേ, നേച്ചറിൽ എന്തോ ഉണ്ട് ഈ വോൾസിനെ ഇഷ്ടപ്പെടാത്ത. അതുകൊണ്ടാണ് ഈ വോൾസ് എപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലും ബിൽഡ് ചെയ്താലും കൺസ്ട്രക്ട് ചെയ്താലും അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്ടും വീഴുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെക്യുലേഷൻ മാത്രമാണത്. നൗ അനദർ സ്പെക്യുലേഷൻ എന്താണ്? ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ഇനി ഹണ്ടേഴ്സിൻ്റെ വർക്കാണ് അടുത്തൊരു കാര്യം. ഐ ഹാവ് കം ആഫ്റ്റർ ദെം ആൻഡ് മെയ്ഡ് റിപ്പയർ വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. അപ്പോൾ ഈ ഹണ്ടേഴ്സ് വരും അല്ലേ, ഹണ്ടേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഈ സ്റ്റോണൊക്കെ തട്ടി മറിച്ചിടും. ഐ ഹാവ് കം ആഫ്റ്റർ ദെം, ഞാനാണെങ്കിൽ ഈ ഹണ്ടേഴ്സ് വന്ന് പോയതിന് ശേഷം ഞാൻ വരാറുണ്ട്. ആൻഡ് മെയ്ഡ് റിപ്പയർ, അത് റിപ്പയർ ചെയ്യും. സ്റ്റോൺസ് ഒക്കെ വീണത് വീണ്ടും ഞാൻ റിപ്പയർ ചെയ്യാറുണ്ട്. വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ, ഒരു സ്റ്റോണിൻ്റെ മേലെ ഒരു സ്റ്റോൺ പോലും ഉണ്ടാവില്ല. അത്രയും എല്ലാം ഇടിച്ച് പൊളിച്ചിട്ടിട്ടായിരിക്കും ഈ ഹണ്ടേഴ്സ് പോകുന്നത്. ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദ യെൽപ്പിംഗ് ഡോഗ്സ്. So what does the poet mean here? He himself has made repairs after hunters have rearranged the stones to allow rabbits to come out of their holes for their dogs to catch. അപ്പോൾ ഇവർ ഈ എന്താ പറയുക, ഈ ഹണ്ടേഴ്സ് എങ്ങനെയാണ് ഇടിച്ചു പൊളിച്ചിടുന്നത്? അതിലൂടെ ആ ഹോൾസിലൂടെ റാബിറ്റ്സിന് പുറത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് യെൽപ്പിംഗ് ഡോഗ്സ് ഉണ്ടായിരിക്കും. എന്താണ് യെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ബാർക്ക് ചെയ്യുന്ന ഭയങ്കര ക്രൂവലായിട്ടുള്ള ഡോഗ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിശന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന അങ്ങനത്തെ യെൽപ്പിംഗ് ഡോഗ്സിന് എന്താ പറയുക, ഫുഡ് എന്നുള്ള രീതിയിൽ റാബിറ്റ്സിന് ഈ ഹോൾസിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്റ്റോൺസ് ഒക്കെ ഇടിച്ച് പൊളിച്ചിടുന്നത്, തട്ടിത്തെറിപ്പിച്ച് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം വരെ ഒരുക്കി കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. ദ ഗ്യാപ്സ്, ഐ മീൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ്. ഒരിക്കലും ആരും കണ്ടിട്ടില്ല ആ ഗ്യാപ്പ്. നമ്മൾ പറഞ്ഞല്ലോ ഈ വാൾ ഇങ്ങനെ ബ്രേക്ക് ആവാറുണ്ട് അല്ലേ, ആ ബ്രേക്ക് ആവുന്നത് അവിടെ ഒരു ഗ്യാപ്പാണ് വരുന്നത്. ആദ്യം നമ്മൾ ഒരു സ്പെക്യുലേഷൻ പറഞ്ഞു, ഇപ്പോൾ രണ്ടാമത് പറയുന്നത് ഹണ്ടേഴ്സിൻ്റെ ഒരു സ്പെക്യുലേഷനാണ്. അപ്പോൾ ഇവിടെ ആ ഗ്യാപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആരും കണ്ടിട്ടുമില്ല. നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് അല്ലേ, അത് ഉണ്ടാവുന്നത് ആരും കണ്ടിട്ടുമില്ല. ഓർ ഹേർഡ് ദം മെയ്ഡ്, അത് ഉണ്ടാവുന്നത് ആരും കേട്ടിട്ടുമില്ല. ബട്ട് അറ്റ് സ്പ്രിങ് മെൻഡിങ് ടൈം, സ്പ്രിങ് സീസണിൽ ഇത് മെൻഡ് ചെയ്യുന്ന സമയത്ത് വി ഫൈൻഡ് ദം ദർ, പക്ഷേ ഞങ്ങൾ
എപ്പോഴും സ്പ്രിംഗ് ടൈമിൽ ഇത് മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പ് കാണും ചെയ്യും. പക്ഷെ ആർക്കും അറിയില്ല അതെങ്ങനെ ഉണ്ടാവുന്നതെന്ന്, ആരും കേട്ടിട്ടുമില്ല അതെങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ളത്. ഇതാണ് ഈ ലൈൻസിൽ പറയുന്നത്. I let my neighbor know beyond the hill, and on a day we meet to walk the line, and set the wall between us once again. We keep the wall between us as we go. ഈ ലൈൻസിൽ എന്താ പറയുന്നത്? ഐ ലെറ്റ് മൈ നൈബർ നോ ബിയോണ്ട് ദ ഹിൽ, അല്ലേ? ആ ഹില്ലിൻ്റെ ബിയോണ്ട് താമസിക്കുന്ന എൻ്റെ നൈബറിനെ ഞാൻ അറിയിക്കും. ആൻഡ് ഓൺ എ ഡേ, അങ്ങനെ ഒരു ദിവസം, വി മീറ്റ് ടു വാക്ക് ദ ലൈൻ, ഞങ്ങൾ തീരുമാനം, ഓക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടടാ, അല്ലേ, നമ്മുടെ വാൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടെന്ന് അറിയിക്കും. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും, വി മീറ്റ് ടു വാക്ക് ദ ലൈൻ, അല്ലേ? രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ ആ മതിലിൻ്റെ ഒരാൾ ആ സൈഡിലും ഒരാൾ ഈ സൈഡിലും കൂടെ ഇങ്ങനെ നടക്കും. ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ, വീണ്ടും എൻ്റെ സൈഡിലേക്ക് വീണിട്ടുള്ള കല്ലുകളൊക്കെ ഞാൻ എടുത്ത് പെറുക്കി വെക്കും, അവൻ്റെ സൈഡിലേക്ക് വീണിട്ടുള്ളത് അവനും എടുത്ത് വെക്കും. അങ്ങനെ സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ, വീണ്ടും ഞങ്ങൾ വാൾ സെറ്റ് ചെയ്യും. വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ, ഞങ്ങളിങ്ങനെ നടന്ന് നോക്കി ഏതൊക്കെ കല്ലാണോ വീണിട്ടുള്ളത് അതനുസരിച്ച് ഞങ്ങൾ അതിങ്ങനെ കീപ്പ് ചെയ്ത് വെക്കും, ഫിക്സ് ചെയ്ത് വെക്കും എന്നുള്ളതാണ് ഈ ലൈൻസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. To each the boulders that have fallen to each, and some are loaves and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. ഈ ലൈൻസിൽ എന്താ പറയുന്നത്? The poet says that he and his neighbor each take it upon themselves to restore the boulders that have fallen on his side of the hill. To each the boulders that have fallen to each, which means എന്താണ്? രണ്ട് സൈഡിലേക്കും വീണ, ടു ഈച്ച് ദ ബോൾഡേഴ്സ്, അല്ലെ, എൻ്റെ സൈഡിലേക്ക് വീണ ബോൾഡേഴ്സ് ഞാനും അവൻ്റെ സൈഡിലേക്ക് വീണ ബോൾഡേഴ്സും ഞങ്ങൾ എടുത്തു വെക്കും. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്, അല്ലേ? ചിലത് ലോവ്സ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ലോവ്സ്? ലോവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ലോഫാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രെഡ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാതെ ഉള്ള ബ്രെഡ് ലോഫ് കണ്ടിട്ടില്ലേ, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഷേപ്പിലുള്ളതായിരിക്കാം. ആൻഡ് സം സോ നിയർലി ബോൾസ്, ചിലത് ബോൾ ഷേപ്പിലായിരിക്കാം. എങ്ങനത്തെ ആണെങ്കിലും ഇത് ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരേപോലത്തെ കല്ലുകളാണെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചിലത് പല ഷേപ്പിലുള്ള കല്ലുകളാണെങ്കിൽ ഒരു കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല. സോ വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്ന പോയിട്ട് ഇവിടെ, അല്ലേ? ഞങ്ങൾക്കൊരു മന്ത്രം ജപിക്കണം, ഇതങ്ങനെ ഒന്ന് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ, അത് ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ. എന്താണ് ഞങ്ങൾ പറയുക? സ്റ്റേ വേർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. ഞങ്ങൾ ഇങ്ങോട്ട് തിരിയണിട്ട് മുന്നേ അത് നീ വീഴരുത്, നീ അങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ളൊരു സ്പെല്ല് ഞങ്ങൾ കാസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണെന്നുള്ളതാണ് പോയിട്ട് ഒരു ഫണ്ണി രീതിയിൽ, ഒരു കൊളോക്കിയൽ സ്റ്റൈലിൽ അത് നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, സ്റ്റേ വേർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. ഞങ്ങളൊന്നും ഇങ്ങോട്ട് അടുത്ത കല്ല് എടുക്കുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് ഇടിഞ്ഞ് വീഴരുതല്ലോ, അങ്ങനെ സ്പെല്ല് ഞങ്ങൾ കാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പോയിട്ട് പറയുന്നത്. Then the poet says, we wear our fingers rough with handling them. Oh, just another kind of outdoor game, one on a side. It comes to little more. There where it is we do not need the wall. He is all pine and I am apple orchard. ഇവിടെ എന്താ പറയുന്നത്? The poet says that his hands as well as his neighbor's hands become calloused as a result of picking up the heavy boulders. അപ്പോൾ വലിയ കല്ലുകൾ എടുത്ത് വെച്ചിട്ട് we wear our fingers rough with handling them, അല്ലേ? അതിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ്? കൈയൊക്കെ ഹാർഡ് ഉണ്ടായി. വേർ അവർ ഫിംഗേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ, കലൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തഴമ്പ് വരില്ലേ, അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളുടെ കൈയൊക്കെ വേറായി, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ തഴമ്പ് വന്നു. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. അപ്പോൾ പോയിട്ട് ഇവിടെ അവരെടുത്ത് വെക്കുന്ന ബോൾഡേഴ്സ് എടുത്ത് വെക്കുന്ന ആ ഒരു പ്രവൃത്തിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഔട്ട്ഡോർ ഗെയിമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഗെയിം കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. വൺ ഓൺ എ സൈഡ്, ഓരോരുത്തരും, അതായത് ഒരാൾ ഒരു സൈഡിൽ, ഒരു ഒപ്പോണൻറ്റ് എങ്ങനെയാണ് ഒരു ഗെയിമിൽ ഒപ്പോണൻറ്റ്സ് ഓൺലി വൺ ഒപ്പോണൻറ്റ് ഈസ് ഓൺ ഈച്ച് ടീം, ഓരോ ടീമിലും ഒരു ഒപ്പോണൻറ്റ് വീതം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ഔട്ട്ഡോർ ഗെയിം കളിക്കുന്ന പോലെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ ദർ വേർ ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദ വാൾ. ഇവിടെയാണ് നമുക്ക് വാൾ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത്. എന്താണ് ഞാൻ തിങ്ക് ചെയ്യുമ്പോൾ, അല്ലേ, എന്തൊരു കാര്യമാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്? ഹീസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചേർഡ്. ഞാൻ എൻ്റെ ഓർച്ചേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ വളർത്തുന്നത് ഫുൾ ആപ്പിളാണ്. ആൻഡ് ഹീസ് ഓൾ പൈൻ, അദ്ദേഹത്തിൻ്റെ ഫുൾ പൈൻ മരങ്ങളുമാണ്. സോ ദ പോയിറ്റ് ഗ്രോസ് ആപ്പിൾസ് ആൻഡ് ഹിസ് നൈബർ ഗ്രോസ് പൈൻ ട്രീസ്. അപ്പോൾ ഒരിക്കലും ഈ ആപ്പിൾ ഓർച്ചേർഡ് ചെന്നിട്ട്, അല്ലെങ്കിൽ ആപ്പിൾ ട്രീസ് ചെന്നിട്ട് പൈൻ കോൺസിനെ ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല. അതുകൊണ്ട് എന്തിനാണ് ഈ വാൾസിൻ്റെ ആവശ്യം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടം തൊട്ടാണ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നത്.
Now he says my apple trees will never get a crows and eat the corns under his pines. I tell him, ഞാൻ പറയാറുണ്ട് അവനോട് അല്ലേ, എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും അങ്ങോട്ട് വന്ന് നിൻ്റെ പൈൻ കോൺസിനെ ഈറ്റ് ചെയ്യില്ല. അതായത് ഈ ആപ്പിൾ ട്രീസും പൈൻ കോൺസും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് ചെന്ന് വീഴുക അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് വരും ഒന്നും ചെയ്യില്ല. അപ്പോഴും ഹി ഓൺലി സേസ് വാട്ട്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല വേലികളാണ് അല്ലെങ്കിൽ നല്ല ബോർഡേഴ്സാണ് നല്ല നൈബേഴ്സിനെ ഉണ്ടാക്കുള്ളൂ എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാലും അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ഒരു സംഭവം തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. Now, spring is the mischief in me, and I wonder if I could put a notion in his head. Why do they make good neighbors, isn't it? Where there are cows, but here there are no cows. Before I built a wall, I would ask to know what I was walling in or walling out, and to whom I was like to give offense. However, springtime lana poet mischievous ആവുന്നത് അല്ലേ. അങ്ങനെ മിസ്റ്റീവിയസ് ആവാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നൈബറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ, കൺവിൻസ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് വോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, സ്പ്രിങ് ടൈം ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴാണ് തന്നിലെ ഒരു കുസൃതി കുട്ടി ഉണരുന്നത്. എനിക്കിങ്ങനെ അവൻ്റെ തലയിൽ ഒരു നോഷൻ അല്ലേ, ഒരു ബുദ്ധി എനിക്ക് അവൻ്റെ തലയിൽ ഇടാൻ പറ്റായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് പോയിട്ടിന് വരുന്നത്. വൈ ഡു ദേ മേക്ക് ഗുഡ് നൈബേഴ്സ്, isn't it? Where there are cows, the poet asks his neighbor. എന്തിനാണ് നമ്മൾ ഫെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ഫെൻസസ് ഓഫൻ സ്പ്രൗട്ട് സം ഗ്രീനറി ഓൺ ദം അല്ലേ. ഫെൻസസ് ഉണ്ടാക്കുന്ന സമയത്ത് അതുമ്പോൾ കുറച്ച് ഗ്രീനറീസ് വരും. ലൈക്ക് ഇങ്ങനെ എന്ത് ഫെൻസ് ആണെങ്കിലും, ഇപ്പം മതിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം വേലികളാണെങ്കിലും അതുമ്പോൾ ഇങ്ങനെ ഗ്രാസ് ഒക്കെ വരും, അങ്ങനത്തെ പച്ചപ്പ് കാര്യങ്ങളൊക്കെ വരും. ആൻഡ് ദേ അട്രാക്ട് കൗസ്, അങ്ങനെ അത് കൗസിനെ അട്രാക്ട് ചെയ്യും. ബട്ട് ഇവിടെ കൗസ് ഇല്ല, ഇവർക്ക് രണ്ടുപേർക്കും കൗസ് ഇല്ല. വേർ ദ വാൾ ബിറ്റ്വീൻ ദെയർ ഫാംസ് ഹാസ് ബ്രോക്കൺ, അവരുടെ വോൾ ആണെങ്കിൽ ബ്രോക്കൺ ആയിട്ടുണ്ട്. ഇൻഫാക്ട് പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അവർ കീപ്പിംഗ് ഇൻ, വോളിങ് ഇൻ എന്ന് പറഞ്ഞാൽ അവർ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നതും പുറത്തേക്ക് വോൾ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, വാട്ട് ഐ വാസ് വോളിങ് ഇൻ ഓർ വോളിങ് ഔട്ട് എന്ന് സ്പീക്കർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ സ്പീക്കർ വുഡ് വോണ്ട് ടു നോ വാട്ട് ദ പേർപ്പസ് ഓഫ് ദ വോൾ ഇസ്. എന്താണ് ഈ വോളിൻ്റെ പേർപ്പസ് എന്നുള്ളതാണ് സ്പീക്കർക്ക് അറിയേണ്ടത് അല്ലേ. ആർ ദേ ട്രൈങ് ടു കീപ് സംതിങ് ഇൻ അല്ലേ. എന്താണ് ഈ വോളിൻ്റെ എന്താ പറയുക, ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്തെങ്കിലും കീപ്പ് ഇൻ ചെയ്യാൻ ശ്രമിക്കുകയാണോ, ലൈക്ക് ആനിമൽസോ പ്രോപ്പർട്ടി, ഞാൻ എൻ്റെ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നതാണോ, ഓർ കീപ്പ് സംതിങ് ഔട്ട്, അല്ലെങ്കിൽ ഈ ട്രെസ്പാസേഴ്സോ അല്ലെങ്കിൽ ആനിമൽസോ പുറത്തുള്ള ആനിമൽസോ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കീപ്പ് സംതിങ് ഔട്ട് അല്ലേ, എന്തിനെങ്കിലും ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ വോൾ, എന്തിനാണ് വാട്ട് ഐ വാസ് വോളിങ് ഓർ വോളിങ് ഇൻ ഓർ വോളിങ് ഔട്ട്, ഞാൻ എന്താണ് വോളിങ് ചെയ്യുന്നത്, എന്താണ് വോൾ ഔട്ട് ചെയ്യുന്നത്, എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദേ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ ദ വോൾ. ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗീവ് ഒഫൻസ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അല്ലേ. ദ സ്പീക്കർ ഈസ് ഓൾസോ കൺസേൺഡ് അബൌട്ട് ഹൗ ദ വോൾ മൈറ്റ് എഫക്റ്റ് അതർ. സ്പീക്കറുടെ ഒരു കൺസേൺ ഉണ്ട്, എങ്ങനെയായിരിക്കും നമ്മളൊരു വോൾ ബിൽഡ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ആൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക. ദേ വണ്ടർ ഇഫ് ബിൽഡിംഗ് ദ വോൾ മൈറ്റ് ഒഫൻഡ് ഓർ അപ്സെറ്റ് സമ്മൺ. അപ്പം നമ്മുടെ പോയിന്റിൻ്റെ ചിന്ത എന്താണ്, നമ്മൾ ഒരു വോൾ ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ളവരെ അപ്സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് അതൊരു ഒഫൻസായി മാറുമോ, ചിലപ്പോൾ ഒരു ഡിവിഷൻ കോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണോ, ഇനി ആൾക്കാർ തമ്മിലൊരു മിസ്ട്രസ്റ്റ് ഉണ്ടാവുമോ, ഒക്കെ എനിക്ക് അവൻ എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ അവൻ അങ്ങനെ ഒരു മതിൽ കെട്ടുന്നതെന്നൊക്കെ ഉള്ളൊരു തോട്ട്, അങ്ങനെ ഒഫൻഡ് ചെയ്യുമോ, എന്തിനാണ് നമ്മൾ ഈ വോൾ ബിൽഡ് ചെയ്യുന്നതെന്നുള്ളത് പോയിട്ടിൻ്റെ ഒരു കൺഫ്യൂഷൻ ആണ് നമുക്ക് ഈ ലൈൻസിലൂടെ കാണാൻ സാധിക്കുന്നത്. Now moves to another line. Something there is that doesn't love a wall, that wants it down. I could say elves to him, but it's not elves exactly, and I would rather he said it for himself. I see him there, bringing a stone grasped firmly by the top in each hand like an old stone savage armed. So poet again speculate ചെയ്യുന്നത് എന്താണ്, വീണ്ടും അദ്ദേഹം സ്പെക്യുലേറ്റ് ചെയ്യാണ്, ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മെനഞ്ഞെടുക്കുകയാണ്, ഇതായിരിക്കാം എന്ന് ചിന്തിക്കുകയാണ് അല്ലേ. that the wall could have been pulled down by elves. Something there is that doesn't love a wall അല്ലെ. എപ്പോഴും എന്തോ ഉണ്ട്, ആ വോളിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഇവിടെ ഉണ്ട്. that wants it down, അത് താഴേക്ക് വീഴാൻ അല്ലെ, പുൾ ഡൗൺ ചെയ്യാൻ എന്തോ താല്പര്യമുള്ള എന്തോ ഉണ്ട്. ഐ കുഡ് സേ എൽസ് ടു ഹിം. ഇനിയിപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാലോ എൽസ് ആയിരിക്കും എന്ന്. എന്താണ് എൽസ് എന്ന് പറഞ്ഞാൽ, സ്മോൾ ക്രീച്ചർ വിത്ത് പോയിൻറ്റഡ് ഇയേഴ്സ് ഹു ഹാസ് മാജിക് പവേഴ്സ്. ഇങ്ങനെ കുട്ടിച്ചാത്തന്മാരെന്നൊക്കെ നമ്മൾ പറയില്ലേ, കുഞ്ഞു കുഞ്ഞു ജീവികൾ, കൊമ്പൊക്കെ ഉള്ള ഇങ്ങനെ ക്രൂവലായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബീങ്സ്, അതിനെയാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടിച്ചത്തന്മാരായിരിക്കോ,
അങ്ങനെ എൽസ് ആയിരിക്കും, ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞാലോ, ബട്ട് ഇറ്റ്സ് നോട്ട് എൽസ് എക്സാക്ട്ലി. പക്ഷേ എനിക്കറിയാം അത് എൽസ് അല്ല എന്നുള്ളത്. ആൻഡ് ഐ വുഡ് റാദർ ഹി സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്, അവൻ തന്നെ കണ്ടുപിടിച്ചോട്ടെ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ബട്ട് ഹി ഡസൻ വോണ്ട് ടു ടെൽ ഹിസ് സീരിയസ് നൈബർ ദാറ്റ്. പക്ഷേ ഒരു സീരിയസ് നൈബറിനോട് ഇത് പറയാൻ പറ്റില്ലല്ലോ. അവൻ തമാശയ്ക്ക് പറയണം. നമ്മുടെ പോയിറ്റ് വളരെ കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നൈബർ സീരിയസ് ആയി എടുത്താലോ, ഹോപ്പിംഗ് ഇൻസ്റ്റെഡ് ദാറ്റ് ദ നൈബർ വുഡ് കം ടു ദ സെയിം കൺക്ലൂഷൻ ബൈ ഹിംസെൽഫ്. പക്ഷേ ഹോപ്പ് ചെയ്യാണ് എന്താണ്, നൈബർ സെയിം കൺക്ലൂഷനിൽ വന്നോട്ടെ, അവൻ തന്നെ ചിന്തിച്ചെടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ആസ് ദ നൈബർ വർക്ക്സ് ഓൺ റീബിൽഡിംഗ് ദ വാൾ ഐ സീ ഹിം ദർ, അല്ലേ, ഞാൻ അവനെ വീണ്ടും കാണുകയാണ്. ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ്, രണ്ട് കൈകളിലും ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ സ്റ്റോൺ കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നുണ്ട്. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിനെ റിസംബിൾ ചെയ്യുന്നത്, നൈബറിനെ റിസംബിൾ ചെയ്യുന്നത് ഒരു അൺകൗത്ത് ആയിട്ടുള്ള, ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഹാബിറ്റൻറ്റ്. സ്റ്റോണേജ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇയേഴ്സ് ബാക്കുള്ള ഒരു പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ സ്റ്റോണേജിലെ ഇൻഹാബിറ്റൻസ് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള, ഒട്ടും പുരോഗമനം ഇല്ലാത്ത ആൾക്കാരായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്. അവരിങ്ങനെ സ്റ്റോൺ പിടിച്ച് വരുന്ന ഒരു ഫീലാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഹൂസ് വെപ്പൺസ് ആർ ദ വെരി റോക്സ് ദാറ്റ് മേക്ക് അപ്പ് ദ വാൾ. അപ്പോൾ അവരുടെ വെപ്പൺസ് എന്തായിരുന്നു, സ്റ്റോണേജിലെ ആളുകളുടെ വെപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്സ് ആയിരുന്നു. അവർ വാളൊക്കെ ബിൽഡ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ്. അതേപോലത്തെ ഒരു ഫീലാണ്, അതായത് ട്രഡീഷണലി ഇപ്പോഴും അയാൾ അവിടെ സ്റ്റക്കാണ്, പ്രോഗ്രസ്സിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ. എന്നെ സംബന്ധിച്ച് അയാൾ ഡാർക്ക്നെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ. നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ഷെയ്ഡ്സ് ഓഫ് ട്രീസ്, അല്ലേ, ട്രീസിൻ്റെ ഷെയ്ഡിൽ നിന്ന്, ആ ഷാഡോയിൽ നിന്ന് കുറേ മരങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ നിഴലുണ്ടാവും, അല്ലേ, അങ്ങനത്തെ ഡാർക്ക്നെസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ടല്ല അദ്ദേഹം തിരികെ പോകുന്നത്. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സേയിങ്. അയാൾ ഒരിക്കലും അയാളുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ചുവട് മുന്നോട്ട് വെക്കില്ല. ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. അങ്ങനത്തെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിൽ അത്രയും പ്രൗഡാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ വാൾസ് വേണമെന്ന് ആഗ്രഹിക്കുന്നതും അയാൾ അത്രയും ഇഷ്ടത്തോടു കൂടിയിട്ടാണ്. ഈസ് അഗെയിൻ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. അദ്ദേഹം വീണ്ടും പറയുന്നത് എന്താണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. എപ്പോഴും ഗുഡ് ഫെൻസസ് ആണ് ഗുഡ് നൈബേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നൈബർ കനോട്ട് ഡിസഗ്രി വിത്ത് ഹിസ് ഫാദർ ഇൻ സേയിങ്, അല്ലെ, നൈബറിന് ഒരിക്കലും തൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ ഒരിക്കലും തിരുത്തി പറയാനോ അല്ലെങ്കിൽ അതിനെ അഗെയിൻസ്റ്റ് ചെയ്യാനോ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എപ്പോഴും എന്താണ്, നല്ല ഫെൻസസ് ആണ്, നല്ല പീസ് നൈബേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കുള്ളൂ എന്നുള്ളൊരു തോട്ടാണ് അദ്ദേഹം നമ്മളിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് ഇൻ്റർപ്രിട്ടേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, അല്ലേ, എപ്പോഴും ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് സത്യമാണ്. അതിപ്പം നൈബേഴ്സ് ആണെങ്കിലും ഏതോ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഫെൻസ് വേണം. ഫെൻസ് ഇൻ ദ സെൻസ് ബോർഡേഴ്സ് വേണം, അല്ലേ. എപ്പോഴും നമ്മൾ രണ്ട് ഹ്യൂമൻ ബീയിങ്സ് തമ്മിൽ നമുക്കൊരു ബോർഡർ വേണം. ഇപ്പം നമ്മൾ ന്യൂ ട്രെൻഡിൽ പറയുകയാണെങ്കിൽ എന്താ നമ്മൾ പറയുക, പേഴ്സണൽ സ്പേസ് വേണം, അല്ലേ. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും, അതിപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ നമ്മളൊരു പേഴ്സണൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് എത്രയൊക്കെ ട്രഡീഷണലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിനോട് എഗ്രി ചെയ്യാൻ വേണം, അല്ലേ. അത് എപ്പോഴും നിൽക്കുന്നൊരു കാര്യമാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ഒരുപാട് നമ്മൾ ഇടപഴകുമ്പോൾ ഒരു ബോർഡർ ഇല്ലാത്തൊരു ഒരു ലിമിറ്റ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ പേഴ്സണൽ ബോർഡേഴ്സ് ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എത്രയൊക്കെ നമ്മൾ മോഡേൺ ആണെന്ന് പറഞ്ഞാലും ആ ഒരു ചിന്തയോട് നമ്മൾ യോജിക്കുക വേണം. ഇനി നമുക്ക് പോയിറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം, സ്നേഹം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ല. ഒരു മോഡേൺ ലൈഫ് നോക്കുകയാണെങ്കിൽ അവിടെ അത്രയും ഒരു കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ മതിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി വിളിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കോണ്ടാക്റ്റോ അവിടെ വരണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും നമുക്കിതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നൗ ഇവിടെ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് റൈം സ്കീമാണ് ആദ്യം പറയുന്നത്. പോയറ്റ് ഒരു റൈം സ്കീമും ഇതിൽ ഫോളോ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് റൈം സ്കീമൊന്നുമില്ല, ഒരു ഫ്രീ വേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ വി ഹാവ് മെറ്റഫർ ഉണ്ട്. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ് എന്ന് പറയുന്നുണ്ട്. കല്ലുകളെ കമ്പയർ ചെയ്യുന്നതാണ്, അല്ലേ, ലോവ്സ് ആയിട്ടും അതുപോലെ ബോൾസ് ആയിട്ടും കമ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ മെറ്റഫർ. ആൻഡ് ദർ ഇസ് പേഴ്സോണിഫിക്കേഷൻ. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ. ഒരു വാളിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പേഴ്സോണിഫിക്കേഷൻ, അല്ലേ, പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ഇനാനിമൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഇനാനിമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ദർ ഇസ് സിമിലി ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. ലൈക്ക് ആൻ, അല്ലേ, ലൈക്ക് യൂസേജ് വരുന്ന സിമിലി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ്
is alliteration. Alliteration ഏതാണ്? What I was walling in or walling out. എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. That is alliteration. And then there is apostrophe. Apostrophe എന്ന് പറയുമ്പം it is an exclamatory figure of speech. ഇവിടെ വരുന്നത് stay where you are until our backs are turned എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്പീക്കർ എന്താ ചെയ്യുന്നത്? ബ്രേക്സ് ഓഫ് ഫ്രം അഡ്രസ്സിങ് ദ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് സ്പീച്ച്, ഒരു തേർഡ് പാർട്ടീനെ ഇൻവോൾവ് ചെയ്തിട്ട് പറയുന്നതാണ് അല്ലേ. ഇവിടെ കല്ലുകളോട് പറയുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അതെന്തായാലും ഒരു തേർഡ് പാർട്ടിയാണ്. അവിടെ പോയറ്റ് നമ്മളോടും പറയുന്നില്ല, പോയറ്റിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടും നൈബറിനോടും അല്ല പറയുന്നത്, ഒരു തേർഡ് പാർട്ടിയോട് പറയുന്നതാണ്. അതിനെയാണ് നമ്മൾ അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്ക്ലമേറ്ററി ഫിഗർ ഓഫ് സ്പീച്ച്. ദീസ് ആർ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദിസ് പോം. And there is think and write session. Think and write session you can pause the video and read the answers and questions. And ഇതിൽ ഞാൻ 2 questions മാത്രമാണ് ആൻസർ ചെയ്തിട്ടുള്ളൂ. യു ക്യാൻ ഗോ ഫോർ ബാക്കി ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ആൻസർ ചെയ്യുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ വി ഹാവ് പാരഗ്രാഫ് റൈറ്റിംഗ്. അതാണ് ഇലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഫോളോയിങ് ലൈൻ ഇൻ എ പാരഗ്രാഫ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നുള്ള ആ ഒരു ഐഡിയ ഇലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സം ലിമിറ്റ്സ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഈ പാരഗ്രാഫ് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം യു ക്യാൻ വാച്ച് ഇറ്റ് ഓർ റീഡ് ഇറ്റ്. ആൻഡ് ദർ ഇസ് അപ്രിസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഗീവ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം. വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ? വോൾ എന്നുള്ള ഒരു സെൻട്രൽ ഐഡിയ അല്ലേ. അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻ ഉണ്ടാകുമ്പോൾ വോൾസ് നെസസറി ആണ്, വോൾസ് ഇൻ ദ സെൻസ് ബൗണ്ടറീസ് നെസസറി ആണ് എന്നുള്ളൊരു രീതിയാണ്. അതാണ് സെൻട്രൽ ഐഡിയ നമ്മൾ കൊടുക്കണം. ദെൻ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണ് വോളിൻ്റെ എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യണം. ദെൻ വി ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ പോയറ്റിക് ഡിവൈസസ് എംപ്ലോയിഡ് ബൈ ദ പോയറ്റ് ഇൻ ദ പോയം. പോയറ്റിക് ഡിവൈസസ് മെൻഷൻ ചെയ്യുക. ദെൻ ദ യൂസ് ഓഫ് ലാംഗ്വേജ്, എത്ര സിമ്പിളായിട്ടാണ് പോയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയുക. ബട്ട് സംവാട്ട് ഒരു എന്താ പറയുക, കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള, പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാത്ത കുറച്ച് യൂസേജസ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. പിന്നെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സിമ്പിൾ സ്ട്രക്ചറാണ്. നമുക്ക് ട്വിസ്റ്റോ ടേൺസോ കാര്യങ്ങളൊന്നുമില്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. റൈം സ്കീമും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ വേഴ്സ് ആണ്. അങ്ങനെ ദെൻ വി ഹാവ് ദ ആക്ടിവിറ്റി 3 വിച്ച് ഇസ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന പോയം കൊടുത്തിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യന് നമുക്കിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ, എക്സാമിന് ഇങ്ങനത്തെ ഒരു പോയം തരാം, എന്നിട്ട് മെൻഡിങ് വോളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പാരിസൺ എന്നുള്ള രീതിയിൽ മെൻഡിങ് വോളായിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ ഒരു പോയത്തെ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ടാണ് ആക്ടിവിറ്റി 3 കമ്പാരിസൺ കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ പോസ് ദ വീഡിയോ ആൻഡ് റീഡ് ദ ആൻസേഴ്സ്. ഓക്കെ. ദെൻ ഇവിടെ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വോൾ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വോൾ സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻസ് ബിറ്റ്വീൻ നൈബേഴ്സ് ആണ്. നൈബേഴ്സ് തമ്മിലുള്ള റെസ്ട്രിക്ഷനെയാണ് നമ്മൾ വോളായിട്ട് ഇവിടെ കരുതുന്നത്. ഈവൻ ഇഫ് യു ലവ് യുവർ നൈബർ ഡിയർലി ഇറ്റ് ഇസ് നെസസറി ടു കീപ് സം ലിമിറ്റ്സ്, അതർവൈസ് യുവർ ലവ് വിൽ ടേൺ ഇൻ ടു ഹെയ്റ്റ്. ദാറ്റ് ഈസ് ദ എക്സാക്ട് സെയിം മെസ്സേജ് ദാറ്റ് ഐ വോണ്ട് ടു കൺവേ ടു യു. പേഴ്സണൽ ലൈഫിലാണെങ്കിലും യു ഹാവ് ടു കീപ് നെസസറി ബോർഡേഴ്സ് ബിറ്റ്വീൻ യു ആൻഡ് അതർ പീപ്പിൾ. അത് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും യു ഹാവ് ടു കീപ് ബോർഡേഴ്സ്. അപ്പം നമ്മൾ ഇത്തരം ചാപ്റ്റേഴ്സ് പഠിക്കുമ്പം നമ്മളും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ഇൻ ദ പോം മെൻഡിങ് വാൾ ദ പോയിറ്റ്സ് വ്യൂ കോൺട്രഡിക്ട്സ് ദാറ്റ് ഓഫ് ഹിസ് നൈബേഴ്സ് ഓൺ ബിൽഡിംഗ് വാൾസ് അല്ലേ. രണ്ടുപേരുടെയും ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. അപ്പം ഡു യു തിങ്ക് ദാറ്റ് വാൾസ് ആർ നെസസറി ടു ക്രിയേറ്റ് എ ഗുഡ് റിലേഷൻഷിപ്പ് അമംഗ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിൽ വാൾ നെസസറി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനെക്കുറിച്ചിട്ട് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വി ഹാവ് ലൈക്ക് ഒരു അപ്രിസിയേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നൈബർ പോം തന്നിട്ടുണ്ട് ആൻഡ് അത് മെൻഡിങ് വോളായിട്ട് കമ്പയർ ചെയ്തിട്ടൊരു കമ്പാരിസൺ, അങ്ങനെ ഒരു അപ്രിസിയേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫോളോയിങ് ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നെയിം ദ പോം ആൻഡ് ദ പോയറ്റ്. മെൻഡിങ് വോൾ റോബർട്ട് ഫ്രോസ്റ്റ്. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഔട്ട്ഡോർ ഗെയിം എന്തായിട്ടാണ് പറയുന്നത്? ബോൾഡേഴ്സ് ഇവർ കയറ്റി വെക്കുന്നത് അല്ലേ. ബിൽഡിംഗ് ദ വാൾ അഗെയിൻ ഓർ റീകൺസ്ട്രക്ടിങ് ദ വാൾ അഗെയിൻ, ദാറ്റ് ഈസ് ദ പ്രോസസ് ഹിയർ ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഔട്ട്ഡോർ ഗെയിം. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ട്രീ ദർ ഈസ് നോ നീഡ് ഫോർ എ വാൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പോയറ്റ് എന്തുകൊണ്ടാണ്? ഹി ഹാസ് ആപ്പിൾ ട്രീസ് ഇൻ ഹിസ് area and the neighbor has all pine trees, so the apple trees will never get across and eat the corns under his pines എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. Then pick out the figure of speech in the last 2 lines എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ലാസ്റ്റ് 2 ലൈൻസിൽ? ഹീസ് ഓൾ പൈൻ ആൻഡ് ഐ എം ആപ്പിൾ ഓർച്ചഡ് എന്ന് പറയുന്നത് വി ക്യാൻ സേ ദാറ്റ് അതൊരു മെറ്റഫറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. ഓക്കെ. ദെൻ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.